നമുക്ക് ക്രിസ്മസ് ഒക്കെ ഇല്ലേ, അപ്പോൾ ഞാൻ ഓർത്ത് തോന്നുന്നു പരിമല പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് പരിമലയാണ് പോയിട്ട് വരാം. ഞാൻ എൻ്റെ അപ്പുകുട്ടൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളിന്ന് പരിമല പള്ളിയിൽ പോയിട്ട് വരാം. അങ്ങനെ ഞാനും എൻ്റെ അപ്പുക്കുട്ടനും കൂടെ നമ്മുടെ പുഷ്പകുമാരം എടുത്ത് അങ്ങോട്ട് വിടുക. ഈ വീഡിയോ ഒക്കെ എടുത്തു തരണേ എൻ്റെ അപ്പുക്കുട്ടനായിട്ടോ. ഞാൻ പറഞ്ഞ അപ്പൂസ് നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ, അപ്പോൾ ഇനിയും കൊണ്ടുപോകാൻ അമ്മേ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ ആൾ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ ബാക്ക് ക്യാമറ ഓണാക്കി വെച്ചെടുക്കുക. അങ്ങനെ നമ്മൾ പരിമല എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളിവിടുന്ന് ഈ ചേട്ടൻ്റെ നിന്നൊരു പാക്കറ്റ് മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് പോകണം. അപ്പോൾ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പക്കുട്ടനും കൂടെ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ കത്തിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ഇടാം, അവിടെ തിരക്ക് കുറവാണ്, അവിടെ കത്തിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴേ അവൻ എന്നോട് പറയുന്നത് അമ്മ അവിടെ ചെറിയ മെഴുകുതിരിയില്ല, അവിടെ എല്ലാം വലിയ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, അവിടെ എല്ലാം വലിയ മെഴുകുതിരി. അങ്ങനെ പിന്നെ വീട് തിരിച്ച് നമ്മൾ ഫസ്റ്റ് കത്തിക്കുന്നതിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് കത്തിച്ചു. അപ്പോൾ അവനും കത്തിക്കണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ അവിടെ നിന്നാ ഒരു മെഴുകുതിരി കത്തിച്ചത്. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്നത് കത്തിച്ചു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ അരി വറുത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളത് ചുമ്മാ പറക്കി തിന്നുമായിരുന്നു. ഞാൻ പിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുമായിരുന്നു. അവനത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നേർച്ചയാണത്. ഇങ്ങോട്ടൊക്കെ പിന്നെ കുറച്ച് സമയം ഞാൻ അപ്പക്കുട്ടനെ ഇതൊഴിയോ നടന്നില്ല. അപ്പൂസും അമ്മക്കുട്ടിയും അപ്പൂസും ചെറിയ ചെറിയ വിത്തില്ലേ, അത് നോക്ക്, പുളിയുടെ വിത്തല്ല, അത് പുളിയാ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് സന്ധ്യയായിരുന്നു. അപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓണായി. അപ്പോൾ വേറെ കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ടിടാം, അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയിപ്പോവും. പിന്നെ കുറച്ച് സമയം ഞാൻ അപ്പക്കുട്ടനെ അവിടേക്ക് ഇരുന്ന് ലൈറ്റിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ബൈ ബൈ.